കണ്ണൂർ ചൊക്ലിയിൽ മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന് പിന്നാലെ +2 വിദ്യാർത്ഥി നാടുവിട്ടു. രാമവിലാസം HSS വിദ്യാർത്ഥി കരിയാട് പുളിയനമ്പ്രത്തെ ശിവസൂര്യയാണ് കാണാതായത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നു. ഓൺലൈൻ ഗെയിം പതിവാക്കിയതിനെ തുടർന്നാണ് മൊബൈൽ ഫോൺ രക്ഷിതാക്കൾ പിടിച്ചുവെച്ചത്. താൻ കാശിയിലേക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് ലയിക്കും എന്ന കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. 17 വയസ്സുകാരനാണ്. കോഴിക്കോടായതുകൊണ്ട് അവിടെ പോയിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അവിടെ എത്തുന്ന ഒരു സമയം വരെ നമ്മൾ ചുറ്റുപാടും അന്വേഷിച്ചു. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തില്ല. അപ്പോൾ കോഴിക്കോട് അവൻ എത്തിയിട്ടില്ല എന്നുള്ളൊരിത് കിട്ടിയതാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. കാശിയിലേക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ചു തീർക്കാമെന്നുള്ളതാണ് കത്ത് എഴുതി വെച്ചത്. പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ 3 ദിവസമായിട്ട് ഇതുവരെ അവനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, 17 വയസ്സുള്ള ശിവസൂര്യ പറയുന്നത് താൻ കാശിയിൽ പോവുകയാണ്, വാരണാസിയിൽ പോയി ദൈവത്തോട് ലയിക്കും എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചപ്പോൾ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണോ ശിവസൂര്യ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞത്? എവിടെയുണ്ടെന്ന് വല്ല പിടിയും കിട്ടിയോ? കാശിയിലെങ്ങാനും ട്രെയിനിൽ വല്ലതും കയറി പോയോ ഇനി ശിവസൂര്യ? ഡോക്ടർ അരുൺ, എന്തായാലും ഇതുവരെയും ശിവസൂര്യയെ പറ്റി യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും ഈ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ അല്ലെങ്കിൽ ഒരു പരിശോധനയൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെയാണ് ഈ പറയുന്ന 17 വയസ്സുകാരൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കാശിയിലേക്ക് താൻ പോവുകയാണ്, അവിടെ ദൈവത്തോട് താൻ ലയിക്കും എന്നൊക്കെ പറയുന്നത് സാധാരണ കാശിയിലേക്ക് പോകുന്നത് നമുക്കറിയാം. അല്പം പ്രായം ചെന്നവരൊക്കെയാണ് കാശിയിലേക്ക് പോയി ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയാറുള്ളത്. ഈ ശിവസൂര്യ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ചത്തെ ഞായറാഴ്ച ഈ ശിവസൂര്യയുടെ അച്ഛൻ ഈ മൊബൈൽ ഗെയിമിങ് ഈ ശിവസൂര്യ പതിവാക്കിയതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിൽ അഡിക്റ്റഡ് ആയതിനെ തുടർന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചിരുന്നു. പിന്നീട് ഒരാഴ്ചയോളം മൊബൈൽ ഫോൺ ഈ ശിവസൂര്യയ്ക്ക് നൽകിയിരുന്നില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ശനിയാഴ്ച, അതായത് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ പറയുന്ന രീതിയിൽ ഒരു കത്തെഴുതി വെച്ച് ഒരു ഉച്ച സമയത്ത് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ശിവസൂര്യയെ കാണാതാവുന്നു. തൊട്ടു പിന്നാലെ തന്നെ കുടുംബാംഗങ്ങൾ കോഴിക്കോടുള്ള ഒരു ബന്ധുവീടുണ്ട്, അവിടത്തേക്ക് പോയി കാണും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം കൂടി കാത്തിരുന്നു. കോഴിക്കോടേക്ക് എത്താതിരുന്നതോടും, അതായത് 1 മണിക്കോ 2 മണിക്കോ ഇടയിൽ ഈ പറയുന്ന പ്രദേശത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കോ 4 മണിക്കോ ഒക്കെ അവിടെ എത്തേണ്ടതാണ്. പക്ഷേ ആ സമയത്തും എത്താതായതോടു കൂടിയാണ് വലിയൊരു പരിഭ്രമവും ഒരു പരിഭ്രാന്തിയും ഒക്കെ ആ കുടുംബത്തിന് ഉണ്ടാവുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകി തുടർച്ചയായ രീതിയിൽ കുടുംബാംഗങ്ങൾ പലയിടങ്ങളിലും പരിശോധിച്ചു. പോലീസ് റെയിൽവേ സ്റ്റേഷനിലും മറ്റ് ബസ് സ്റ്റാൻഡിലും ഒക്കെ വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും ശിവസൂര്യയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ കാശി ആ ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലുമൊക്കെ ആ തരത്തിലുള്ള ഒരു പരിശോധനയും ഒക്കെ പോലീസിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും നടന്നത് ഒരു അത്ഭുതമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അല്പം പേടിപ്പെടുത്തുന്ന ഒരു 17 വയസ്സുള്ളൊരു കുട്ടി ഇത്തരത്തിലുള്ളൊരു പ്രതികരണമൊക്കെ നടത്തുന്നതും ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ പേരിൽ മൊബൈൽ പിടിച്ചു വാങ്ങി അല്ലെങ്കിൽ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് അതിന് കാരണമായി രക്ഷിതാക്കളും പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങനെയൊരു പ്രതികരണം, ഒരു കാശിയിലേക്ക് താൻ പോകുന്നു, താൻ അവിടെ ചെന്ന് ദൈവത്തിൽ താൻ ലയിക്കും എന്നുള്ളൊരു പ്രതികരണമൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം പരിഭ്രമവും പരിഭ്രാന്തിയും ഒരു അത്ഭുതവും ഒക്കെ ആ കുടുംബത്തിനും നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ഉണ്ടാക്കുന്നു. എന്തായാലും വ്യാപകമായ രീതിയിലുള്ള പരിശോധന ചൊക്ലി പോലീസിൻ്റെ അടക്കം ഭാഗത്ത് നടന്നു വരികയാണ്. ഡോക്ടർ 17 വയസ്സേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തവർ മൊബൈൽ ഫോണിന് ഗെയിമിനൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. നോക്കൂ, ശിവസൂര്യ ഇറങ്ങിപ്പോയിട്ട് പറയാണ്, ഞാൻ ദൈവത്തിൽ ലയിക്കാൻ പോവാണ്, ഇനി കാശിയിൽ പോയിട്ട് അങ്ങ് അവിടെ ജീവിച്ച് ഞാൻ ദൈവത്തിൽ ലയിക്കാൻ പോകും. 17 വയസ്സേ ഉള്ളൂ. അവന് എന്തറിയാം? അവിടെ ഒന്നാമത് വാരണാസി പോലൊരു സ്ഥലം അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും എത്രയും പെട്ടെന്ന് ശിവസൂര്യ ഈ പരിപാടിയോ ഈ വാർത്തയോ എവിടെയെങ്കിലും മൊബൈൽ ഫോണിലൂടെയോ ഒക്കെ എവിടെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. തിരിച്ചു പോന്നേക്ക്, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കാം. മൊബൈൽ ഫോൺ ഗെയിമിൽ അഡിക്റ്റ് ആകുമ്പോഴല്ലേ രക്ഷിതാക്കൾ പ്രശ്നം ഉണ്ടാക്കിയത്. അഡിക്റ്റ് അല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞു. അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. തിരിച്ചു വന്നോളൂ കേട്ടാ. അപ്പോൾ ശിവസൂര്യ 17 വയസ്സേ ഉള്ളൂ. അവൻ കാശിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ്. വീട്ടുകാർക്ക് എന്താ ആദ്യമായിരിക്കും.